വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സ് ഇൻ കൊമേഴ്സ് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാത്സ് അക്കൗണ്ടൻസി ആണ്, ഇംഗ്ലീഷ് നോക്കാം. അൺകൗണ്ടഡ് നൗൺസ് നോക്കാം. കൗണ്ടഡ് ബാർ അൺകൗണ്ടഡ് നൗൺസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി സിലബസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി പഠിച്ചേക്കാം. കൗണ്ട് ബാർ അൺകൗണ്ടഡ് നൗൺസ്. അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റും. നൗൺസ് നമുക്ക് എണ്ണാൻ പറ്റുന്നതിനാണ്. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എണ്ണാൻ പറ്റും. ഇപ്പോൾ 1 ആപ്പിൾ, 2 ആപ്പിൾസ്, 3 ആപ്പിൾസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റും. അതിനാണ് നമ്മൾ കൗണ്ടഡ് നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൗണ്ടഡ് നൗൺസിന് പോത്ത് സിംഗുലറും പ്ലൂറലും ഉണ്ട്. അപ്പോൾ അതാണ് കൗണ്ടഡ് നൗൺസ്. ക്യാൻ ബി സിംഗുലറോ പ്ലൂറൽ രണ്ടും ഉണ്ടാവും. ബുക്സ്, കാറ്റ്സ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ആർട്ടിക്കിൾസിലേക്ക് എ ഉപയോഗിക്കാം, ആൻ ഉപയോഗിക്കാം. ഇതിൻ്റെ സിംഗുലർ ഫോമിൽ എ ബുക്ക്, ആൻ ആപ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കൗണ്ടബിൾ നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് മെനി അല്ലെങ്കിൽ ഫ്യൂ എന്ന വേർഡ്സ് ഉപയോഗിക്കാം. ദർ ആർ ഫ്യൂ ആപ്പിൾസ് ലെഫ്റ്റ്, അല്ലെങ്കിൽ 2 ബുക്സ് 3 കാറ്റ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ദർ ആർ മെനി ബുക്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എണ്ണാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഇത്. ഇത് സിമ്പിളാണ്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്ലൂറൽ ഫോം ഉണ്ടാവില്ല. എക്സാമ്പിൾ വാട്ടർ, നമ്മൾ വാട്ടേഴ്സ് എന്ന് പറയാറില്ല. ഗീവ് മീ സം വാട്ടർ എന്ന് പറയുള്ളൂ. പിന്നെ എയും ആൻ എന്നുള്ള ആർട്ടിക്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഗീവ് മീ ആൻ വാട്ടറോ എ വാട്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഗീവ് മീ സം വാട്ടറോ അല്ലെങ്കിൽ ഗീവ് മീ എ ലിറ്റിൽ വാട്ടറോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ വാട്ടർ, മിൽക്ക്, ഷുഗർ, റൈസ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഹാപ്പിനെസ്, ഇൻഫോർമേഷൻ, അഡ്വൈസ്, പിന്നെ കളക്റ്റീവ് നൗൺസ് ഉണ്ട്, ഫർണിച്ചർ, ലഗേജ്, എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് അതുകൊണ്ടാണ് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കാൻ സിമ്പിളായിട്ടുണ്ട്. നമ്മൾ മറ്റേ ലിക്വിഡ്, ഗ്യാസ്, സോളിഡ് ഈ ഒരു ഇത് ഓർത്താൽ മതി. അപ്പോൾ ലിക്വിഡായിട്ടുള്ള വാട്ടർ, ജ്യൂസ്, മിൽക്ക്, കോഫി, വൈൻ, ബിയർ അങ്ങനെ അതെല്ലാം ലിക്വിഡിൽ പോകും. അതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പോൾ ഗ്യാസ് പറയാൻ നേരത്ത് എയർ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനത്തെ സംഭവം. പിന്നെ സാൻഡ് നോക്കാൻ നേരത്ത് സോളിഡ് നോക്കാൻ നേരത്ത് നമ്മുടെ സോളിഡ് ആയിട്ടുള്ള സാൻഡ്, സോൾട്ട്, ഷുഗർ, റൈസ്, ഇപ്പോൾ സീരിയൽസ്, ബട്ടർ, ചീസ് അതുപോലത്തെ സംഭവമൊക്കെ. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പിന്നെ നമുക്ക് അബ്സ്ട്രാക്ട് നൗൺസ് നമുക്കറിയാം. ഹാപ്പിനെസ്, ഇൻഫോർമേഷൻ, ഫ്രീഡം, പീസ്, സയൻസ്, മ്യൂസിക്. ഗീവ് മീ 1 മ്യൂസിക് എന്ന് പറയാൻ പറ്റില്ല, ഗീവ് മീ സം മ്യൂസിക് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഫുഡ് ഐറ്റംസ്, അത് രണ്ടും രണ്ടിലും വരാം. ഫുഡ് ഐറ്റംസ് അത് നമ്മൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കീ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ കൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോം ഉണ്ടാവും, നോൺ കൗണ്ടബിൾ ഉണ്ടാവില്ല. ആർട്ടിക്കിൾസ് എ ആൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കനോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് നമ്പേഴ്സ് പറയാം. 1 നമ്പർ അല്ലെ 2, 3 അങ്ങനെ 2 ബുക്സ് 3 ബുക്സ് എന്ന് പറയാൻ പറ്റും. ഇവിടെ അൺകൗണ്ടബിൾ അവിടെ നമ്പർ പറയാൻ പറ്റില്ല. പിന്നെ കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം നമ്മൾ മെനി, ഫ്യൂ എന്നൊക്കെ പറയാം. സെർവൽ, എ നമ്പർ എന്നൊക്കെ പറയാം. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം യൂസ് ചെയ്യേണ്ടത് മച്ച്, ലിറ്റിൽ, എ ലിറ്റിൽ, എ ഗ്രീറ്റ് ഡീലോ അങ്ങനെ അതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം മെനി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗീവ് മീ മെനി വാട്ടർ എന്ന് പറയാൻ പറ്റില്ല. ഗീവ് മീ മച്ച് വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ പറയാം. അതാണ് യൂസിങ് മച്ച് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. മച്ച് ബുക്സ് എന്നൊക്കെ പറയുന്നത്. യൂസിങ് മെനി വാട്ടർ ഈസ് ഇൻകറക്റ്റ്. ഗീവ് മീ മച്ച് വാട്ടറാണ് കറക്റ്റ്. പിന്നെ ചില കേസസിൽ രണ്ടും വരും. ഇപ്പോൾ കേക്കിൻ്റെ കേസിൽ തന്നെ അത് കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ്. അതാണ് സെൻറ്റൻസിൻ്റെ അനുസരിച്ച് മാറും, മീനിങ് അനുസരിച്ച് മാറും. I ate 2 cakes, I want some cake. ഇതുപോലെ തന്നെ ഫിഷ് വേണമെങ്കിൽ രണ്ടിലും യൂസ് ചെയ്യാം. കൗണ്ടബിൾ ആക്കാം, അൺകൗണ്ടബിൾ ആക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് സിമ്പിൾ ഒരു ചാപ്റ്ററാണ് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. എൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് നിങ്ങൾ സേവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, എന്നിട്ട് ഇതിന് ആൻസർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് അപ്പോൾ കൗണ്ടഡും അൺകൗണ്ടഡും കഴിഞ്ഞു.